എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിലെ ലെറ്റസസ് ആണ് നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് ക്ലിയർ ആക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പല ക്വസ്റ്റ്യൻസും പറയുമ്പോൾ അത് എങ്ങനെയാണ് വന്നെന്നുള്ള കൺഫ്യൂഷൻ വരും. ഇപ്പൊ മനസ്സിലായില്ല എന്നൊരു കാര്യം വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാമേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ എലമെന്റ്സ് എക്സ് ഹാവിംഗ് 3 ഷെൽസ് ബിലോങ് ടു ഗ്രൂപ്പ് 17. ഒരു ഗ്രൂപ്പ് നമ്പർ 17 ആയ എക്സ് എന്ന മൂലകത്തിന് 3 ഷെല്ലുകളുണ്ട്. ഇവിടെ ഹിന്റുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. എക്സ് ഒരു എലമെന്റ് ആണ്, അതിനെന്താണ് 3 ഷെല്ലുണ്ട്. അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പാണ്? 17ാമത്തെ ഗ്രൂപ്പും അതും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? സബ്ഷെൽ അല്ലെ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് ബ്ലോക്കിലാന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പീരിയഡ് നമ്പർ. മനസ്സിലായല്ലോ. അപ്പൊ ഇത് 3 നമുക്ക് ആദ്യമേ നോക്കാം. തന്നിരിക്കുന്ന ഹിന്റിൽ നിന്ന് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ഈ 3 കാര്യങ്ങളും കണ്ടുപിടിക്കാൻ. ഇവിടെ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 ഷെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്പർ ഓഫ് ഷെൽസും പീരിയഡ് നമ്പറും ഒരുപോലെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാമല്ലോ പീരിയഡ് നമ്പർ എത്രയാണ്? പീരിയഡ് നമ്പർ 3 നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ. ഇനി പിന്നെ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് 17 അടുത്ത ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് 17 വരുന്ന ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക് അല്ലേ. 13 തൊട്ട് 18 വരെ പി ബ്ലോക്ക് ആണ്. അപ്പൊ ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് പി ബ്ലോക്ക് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ്? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത് അല്ലെ 3 ഷെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 3 വരും. നമ്പർ ഓഫ് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഷെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അവിടുത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് എഴുതാലോ 3p എന്ന് എഴുതാലോ 3p അല്ലെ. ഇനി ആ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും നോക്കണം. ഇത് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്കിന്റെ കേസിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ അല്ലെ, ഗ്രൂപ്പ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 17 ആണ്. ഈ 17 എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? പി ബ്ലോക്കിന്റെ കേസിൽ ഓർക്കുന്നുണ്ടോ? 12ന്റെ കൂടത്തിൽ നമ്മൾ ലാസ്റ്റത്തെ അല്ലെ, അവിടുത്തെ സബ്ഷെല്ലിലെ ലാസ്റ്റത്തെ ആ സബ്ഷെല്ലില് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. ഗ്രൂപ്പ് നമ്പർ ഇവിടെ 17 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 12ന്റെ കൂടത്തിൽ എത്ര കൂടി ആഡ് ചെയ്യണം? 5 ഇല്ലേ. 5ഉം കൂടെ ആഡ് ചെയ്താലാണ് 17 വരുന്നത് ഇല്ലേ. ഓർക്കുന്നുണ്ടോ? അതാണ് പറഞ്ഞ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ചെയ്താലുള്ളൂ നിങ്ങൾക്കൊന്ന് പറയുമ്പോ ക്ലിക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ പി ബ്ലോക്കിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 12ന്റെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എത്രയാണ് ആഡ് ചെയ്ത്? 5 ആണ്. അപ്പൊ ഇവിടുത്തെ സബ്ഷെല്ലിലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇനി നമുക്ക് ബാക്കി പുറയും നമുക്ക് ഫില്ല് ചെയ്യാലോ. ഏതൊക്കെ വരും? 1s2 ഇല്ലേ. ഫസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ 1s2, ദെൻ 2s2, പിന്നെ ഏതാണ് വരുന്നത്? 2s2, 2p6. ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ഷെല്ലും പൂർത്തിയായി. ഇനി ഏത് വരും? 3s2. മനസ്സിലായല്ലോ. അപ്പൊ 1s2, 2s2, 2p6, 3s2, പിന്നെ 3p5. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ക്ലിയർ ആയല്ലോ. അപ്പം ഹിന്റ് തന്നിരിക്കും. ആ ഹിന്റിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എഴുതുന്നത് കേട്ടോ. ഇനി അടുത്ത ഡീപ്പായിട്ട് നോക്കിയേ. റൈറ്റ് ദ മോളിക്കുലാർ ഫോമിൽ ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ എക്സ് റിയാക്ട് വിത്ത് ആൻ ആറ്റം ഓഫ് എലമെന്റ് വൈ വിച്ച് ബിലോങ്സ് ടു ദ തേർഡ് പീരിയഡ് ആൻഡ് ഹാസ് 1 ഇലക്ട്രോൺ ഇൻ സ്പീഡ് സബ്ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോളിക്കുലാർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോമ്പൗണ്ട് അത് വൈയുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന മോളിക്കുലാർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ വൈയുടെ പ്രത്യേകതകളോട് പറഞ്ഞിട്ടുണ്ട്. പി സബ്ഷെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1 ഇലക്ട്രോണോ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. 3ാം പീരീഡും ആന്ന് പറഞ്ഞിട്ടുണ്ട്. വൈയുടെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വൈയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പി സബ്ഷെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഇലക്ട്രോൺ ഉണ്ട്. 3ാം പീരീഡ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3p1 വരെയല്ലേ. 1 ഇലക്ട്രോൺ ഉള്ളു. പി സബ്ഷെല്ലാണ്. ദെൻ പീരീഡ് എത്രയാണ്? 3 ആണ്. അപ്പൊ 3p1 എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇനി എന്താണ് അതിന്റെ കോമ്പൗണ്ടിലെ കോമ്പൗണ്ടിന്റെ രാസസൂത്രമാണ് എഴുതാൻ. എക്സും ഈ വൈ ഉണ്ടല്ലോ, ഈ വൈ എക്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ മോളിക്കുലാർ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ട് അറിഞ്ഞിരിക്കണ്ടേ. ഇതിലല്ലേ നമുക്ക് മോളിക്കുലാർ ഫോം എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പം എക്സിന്റെ കേസിൽ അല്ലെ, എക്സിന്റെ കേസിൽ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 3 ഷെല്ലാണ് ഇല്ല. എക്സിന്റെ കേസിൽ 3 ഷെല്ലാണ്. അതിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് 17 ഒക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പം എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് 17 ആണ്. ഈ ഗ്രൂപ്പ് 17 വരുമ്പോ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുവാണ് കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഓക്സീകരണാവസ്ഥ.
ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എഴുതുന്നത്. അപ്പം ഗ്രൂപ്പ് 17 വരുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് 1-ന്റെയും 2-ന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് എസ് ബ്ലോക്കിൽ വരുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. ഞാനിവിടെ ഒരു ടേബിൾ കാണിക്കാവേ. അത് കണ്ടല്ലോ, ഞാനിപ്പോ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പലതും വരുന്നുണ്ട്, ചിലതിന് നമുക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ നോക്കിയാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസ് ആണ് അല്ലെ, ഗ്രൂപ്പ് 2 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിൽ വരുന്നതാണ് അല്ലെ. ഇത് രണ്ടെണ്ണം എങ്ങനെയാണ് എസ് ബ്ലോക്കിൽ വരുന്നതാണ്. എസ് ബ്ലോക്കിൽ നമ്മൾ കുറെ എലമെന്റ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. സോഡിയം, കാൽസ്യം കേട്ടോ. സോഡിയം, കാൽസ്യം ഒക്കെ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്, മഗ്നീഷ്യം, ഇതൊക്കെയാണ് നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ഗ്രൂപ്പിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. +1 ഉം +2 ആണ് പഠിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കും കേട്ടോ. പിന്നെ അടുത്തതാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇവിടെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല വരുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് പറയുമ്പോൾ എന്താണ്, ഡി ബ്ലോക്ക് ഇല്ലേ, ഡി ബ്ലോക്ക് ആണ് ഇവിടെ വരുന്നത്. ഡി ബ്ലോക്കിൽ വരുമ്പോൾ നമുക്കറിയാം 3 തൊട്ട് 12 വരെയാണ്. അവിടെ എങ്ങനെയാണ് വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയാണ്, 2 എണ്ണം. അത് മാത്രം നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളതുകൊണ്ട് അത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കോട്ടെ. അയണിന്റെയും അതുപോലെ തന്നെ മാംഗനീസിന്റെയും എത്രയൊക്കെയാണ് വരുന്നത്, +7 ഉണ്ട്, പിന്നെ ഏതാണ് +2 ഉണ്ട് അല്ലെ, +3 ഉണ്ട്, +4 അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണല്ലോ +2, +3, +4 പിന്നെ +7. അപ്പൊ അതും കൂടെ നിങ്ങൾ ഈ 2 എണ്ണം ഡി ബ്ലോക്കിലെ ഈ 2 എണ്ണത്തിന്റെ ഓക്സീകരണാവസ്ഥ ഒന്ന് പഠിച്ചു വെക്കോട്ടെ, മാംഗനീസ് അയണും. പിന്നെ അടുത്ത് വരുന്നതാണ് ഇതെല്ലാം പി ബ്ലോക്കിൽ വരുന്നതാണ് അല്ലെ. പി ബ്ലോക്കിൽ വരുന്ന 13 തൊട്ട് 18 വരെ പി ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പൊ അതിൽ വരുന്നതിന് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റ്സിന് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് വെക്കും കേട്ടോ. ഓരോ ഗ്രൂപ്പിലും നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എലമെന്റ്സ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇപ്പം ഗ്രൂപ്പ് 13 ആവുകയാണെങ്കിൽ അലുമിനിയത്തിന്റെ കേട്ടോ. ഗ്രൂപ്പ് 13 അലുമിനിയവും ബോറോണും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയം ആണ്. അത് +3 ആണെന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ കാർബൺ ഗ്രൂപ്പ് 14 വരുമ്പോൾ കാർബൺ കേട്ടോ വേറെ ഉണ്ട് എങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാർബൺ ആണ്. കാർബണിന്റെ +4. വേറെ നമ്മൾ പി ബ്ലോക്കിന്റെ കേസിൽ വേറൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നു, പോസിറ്റീവും നെഗറ്റീവും വരാമെന്ന് പഠിച്ചായിരുന്നു. പക്ഷെ നമ്മളുടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. വേറെ ഓക്സിജനാവസ്ഥയൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. കോമൺ ആയിട്ടുള്ള മാത്രം കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് 14 വരുമ്പോൾ +4, ഗ്രൂപ്പ് 15 വരുമ്പോൾ നൈട്രജന്, ഫോസ്ഫറസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്കിപ്പം പഠിക്കാനുള്ളത് നൈട്രജന്റെ മാത്രമാണ്. അത് ഒന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പം -3 ആണ് വരുന്നത്. പിന്നെ ഗ്രൂപ്പ് 16 വരുമ്പോൾ ഓക്സിജനും സൾഫറും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഓക്സിജന്റെ മാത്രം കേട്ടോ കൺസിഡർ ചെയ്യുകയാണ്, -2 ആണ്. ഗ്രൂപ്പ് 17 വരുമ്പം ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ വരുന്നുണ്ട്, ശരിയല്ലേ. അപ്പൊ അതില് ഫ്ലോറിൻ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും ഓർത്തിരിക്കുക. പിന്നെ നോബിൾ ഗ്യാസിന്റെ കേസ് തൽക്കാലം നിങ്ങളത് ഓർക്കണ്ട, നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. അപ്പം ഇത്രയും കുറച്ച് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയാലോ? അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഏതാണ്, ഗ്രൂപ്പ് 17 അല്ല കണ്ടത്, ഗ്രൂപ്പ് 17 ആണ് നമ്മൾ കണ്ടത്. ഗ്രൂപ്പ് 17 എക്സാമ്പിൾ നമ്മൾ ക്ലോറിൻ എടുത്തു കേട്ടോ. ക്ലോറിനോ ഫ്ലൂറിനോ ഏതെങ്കിലും എടുക്കാം. ക്ലോറിന്റെ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് 17 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ -1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയാലോ? അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സിന് ഗ്രൂപ്പ് 17 ആണെന്ന് പറഞ്ഞു. അപ്പം എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കും നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് -1 ആയിട്ട് എടുക്കാം. മനസ്സിലായാലോ? എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിട്ട് എടുത്തു. ഇനി അതുപോലെ തന്നെ വൈ. അപ്പൊ വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വൈയുടെ കുറച്ച് ഹിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. 3ാം പീരീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പി ബ്ലോക്കും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെ. പി ബ്ലോക്കിലെ 1 ഇലക്ട്രോണും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഗ്രൂപ്പിൽ വരും? 1 ഇലക്ട്രോണും ഉള്ളതുകൊണ്ട് അപ്പൊ 12 + 1 ഇല്ലെ 13. അപ്പൊ ഗ്രൂപ്പ് ഏതാണ്? 13 ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിൽ നോക്കിയേ, 13ാമത്തെ ഗ്രൂപ്പിൽ ഒരു എക്സാമ്പിൾ നമ്മുടെ അലൂമിനിയം ആണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അലുമിനിയം അല്ല വേറെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിട്ട് എടുക്കുവാണ് 13ാമത്തെ ഗ്രൂപ്പിന്റെ. മനസ്സിലായാലോ? അപ്പൊ നോക്കി വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് 13ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? +3 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇത്ര എണ്ണത്തിന് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത്. എസിന് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ പി ബ്ലോക്കിലുള്ള കുറച്ച് എണ്ണത്തിന്റെ കാര്യങ്ങൾ, ഡി ബ്ലോക്കിൽ നമുക്ക് മാംഗനീസിന്റെയും അയണിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. മോളിക്കുലർ ഫോർമുല കുറച്ച് എണ്ണത്തിന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത്. ക്ലോറിന്റെ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഓക്സിജന്റെ ഒക്കെ അറിയാവുന്നതാണ്. ഈ 13, 14, 15 ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലുള്ളതിന്റെ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ.
അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കിട്ടി, വൈന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ വേണമല്ലോ എഴുതാൻ പറയാം. കെമിക്കൽ എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്, വൈന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നത്? +3 ആണ് വരുന്നത്. അപ്പൊ നമുക്കൊരു കോമ്പൗണ്ട് ആയിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും അയോൺസ് ന്യൂട്രലൈസ് ചെയ്ത് പോകണല്ലോ. അപ്പൊ ഇവിടെ -1 ആണ്, ഇവിടെ +3 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ന്യൂട്രലൈസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഞാൻ ഒരു ജനറൽ ആയിട്ട് ഞാനൊരു കാര്യം എഴുതുവാണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എക്സിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ചാർജിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ് വെച്ച് റെപ്രസെന്റ്, സ്മോൾ എക്സ് വെച്ച് -x എന്ന് എഴുതാം. വൈന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്മോൾ y വെച്ച് എഴുതുവാണെങ്കിൽ 3y എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ എന്താണ് ആഡ് ചെയ്യുമ്പോൾ 0 വന്നാലല്ലേ അത് ന്യൂട്രൽ സ്റ്റേറ്റിലാണ് നമുക്ക് പറയാം, ന്യൂട്രൽ കോമ്പൗണ്ട് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ആഡ് ചെയ്യുമ്പോൾ 0 വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്രിസ് ക്രോസ് മെത്തേഡ് എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെ ഇങ്ങോട്ട് -3x കൊടുക്കുക, ഒരു 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പൊ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 3 തന്നെ വരും. അപ്പൊ 3x-ഉം 3y-യും വന്നു. അതായത് -3 ഇല്ല, -3-യും +3-യും വന്നും അത് 0 ആയിപ്പോ. അപ്പൊ ന്യൂട്രലൈസ് ചെയ്ത് പോകും, ന്യൂട്രൽ കോമ്പൗണ്ട് ആയിട്ട് അത് മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആ രീതിയിൽ നമുക്ക് എഴുതാം. അതായത് ക്രിസ് ക്രോസ് മെത്തേഡ് എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒരു മെത്തേഡിൽ എഴുതാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അയൺ ഉണ്ടല്ലോ, ഇപ്പൊ ഇത് +3 ആണ്, -1 ആണ്. അപ്പൊ പ്ലസും മൈനസും ഇല്ലാതെ 3-1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആ നമ്പറിനെ നമ്മൾ എന്താണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. അതായത് വൈയുടെ +3 അല്ലേ കിടക്കുന്നത്, ആ ഇതിന്റെ നമ്മൾ എക്സിന്റെ സബ്സ്ക്രിപ്റ്റ് ആണ് എഴുതുക. ഇവിടെ നമ്മൾ 3 കൊടുക്കുക. അതുപോലെ എക്സിന്റെ 1 ആണോ അത് നമ്മൾ വൈക്കും കൊടുക്കുക. അതായത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? അതാ നോക്കുക, വൈ ഇവിടെ 1 എഴുതുക, എക്സിന് എങ്ങനെ വരും? 3 എന്ന് എഴുതുക. മനസ്സിലാവും? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് എന്ന് പറയാം. ക്രിസ് ക്രോസ് ദ ചാർജസ് ആൻഡ് ഡ്രോപ്പ് ദ സൈൻസ് എന്നാ പറയുന്നത് കേട്ടോ. അതായത് ചാർജസിനെ അങ്ങോട്ടെങ്കിലും ക്രോസ് ചെയ്തിട്ട് ആ സൈൻ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുലയായിട്ട് എഴുതാൻ സാധിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഇവിടെ കിട്ടി. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇങ്ങനെയല്ലേ നമ്മളൊരു കോമ്പൗണ്ടിനെ എഴുതുന്നത്, അയൺസിന്റെ ഫോമില് അയൺസും കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിലല്ലേ എഴുതുന്നത്. അപ്പൊ അതിനെ അങ്ങനെ എഴുതുക. അപ്പൊ പോസിറ്റീവ് ആണ് എപ്പോഴും നമ്മൾ ആദ്യം എഴുതും. അപ്പൊ ഈ രീതിയിൽ എഴുതി. പിന്നെ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ചേഞ്ച് ചെയ്ത് ക്രിസ് ക്രോസ് ആയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതായത് വൈയുടെ ഇവിടെ നമ്മൾ എക്സിന്റെ അയണിന്റെ നമ്പർ എഴുതുക, അതുപോലെ തന്നെ എക്സിന്റെ അവിടെ തന്നെ വൈയുടെ അയണിന്റെ നമ്പർ എഴുതുക. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ. അപ്പൊ ഏതായിരിക്കും അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്? YX3 ആണ്. YX3 ആണ് ആ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആദ്യമേ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, രണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ക്രിസ് ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. എന്റെ അയണിന്റെ നമ്പർ ക്രിസ് ക്രോസ് ചെയ്യുക, എന്നിട്ട് ആ സൈൻസ് അങ്ങ് എന്താണ് ഡ്രോപ്പ് ചെയ്തേക്കുക. അതായത് ക്രിസ് ക്രോസ് ചാർജസ് ഉണ്ടല്ലോ, ചാർജസ് ക്രിസ് ക്രോസ് ചെയ്യുക, എന്നിട്ട് എന്താണ് സൈൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ കുറച്ചെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊക്കെ ഇത് കാണാതെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A few subshells are given. കേട്ടോ, കുറച്ച് സബ്ഷെല്ല് തന്നിട്ടുണ്ട്. Among these which subshells are not possible? ഇതിലെ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാരണം വിശദമാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്കറിയാം എന്താണ് 2 ഇത് പോസിബിൾ അല്ലാത്ത, ഞാനിവിടെ ഒന്ന് എഴുതാം. 2D പോസിബിൾ അല്ല, അതുപോലെ തന്നെ 3F-ഉം പോസിബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും 2Dയും 3F-ഉം പോസിബിൾ അല്ലാത്ത സബ്ഷെല്ലാണ്. അതിന് കാരണം എന്താണ്? 2D എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡ് ഷെല്ലാണ് അല്ലെ. സെക്കൻഡ് ഷെല്ലിന് സബ്ഷെൽസ് എത്രയുള്ളൂ കാണത്തുള്ളൂ? 2 എണ്ണേ കാണത്തുള്ളൂ അല്ലെ. എസും ബിയും എല്ലാം കാണത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? 2D ആണ്, അല്ലെങ്കിൽ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇല്ലേ. 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിൽ എത്രയാണ് വരുന്നത്? 2 സബ്ഷെൽസേ കാണത്തുള്ളൂ ഇല്ലേ. 2 സബ്ഷെൽസേ കാണത്തുള്ളൂ. അത് ഏതൊക്കെയാണ്? എസും പിയും. അതാണ് ഒരു റീസൺ. അതുപോലെ തന്നെ 3F എന്ന് പറയുമ്പം തേർഡ് ഷെല്ലാണ് വരുന്നില്ല. തേർഡ് ഷെല്ലില് 3 സബ്ഷെൽ. തേർഡ് ഷെല്ലില് 3 സബ്ഷെല്ലേ ഉള്ളു വരത്തുള്ളൂ. അത് ഏതൊക്കെയാണ് 3 സബ്ഷെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? എസും പിയും ഡിയും അല്ലേ വരത്തുള്ളൂ. എഫ് വരുമോ? ഇല്ല. അപ്പൊ അതാണ് റീസൺ. എക്സലന്റ് റീസൺ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ഷെൽ ഹാസ് ഓൺലി 2 സബ്ഷെൽസ് എസ് പി. അതുപോലെ തന്നെ തേർഡ് ഷെൽ ഹാസ് ഓൺലി 3 സബ്ഷെൽസ് എസ് പി ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The position of 2 elements A and B in the periodic table are given.
കേട്ടോ. സിമ്പിൾസ് ആണ് ഓർഡർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. രണ്ട് എലമെന്റ്സ് ആണ് എയും ബിയും. അതിന്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് പീരീഡ് നോക്കട്ടെ, ഫോർത്ത് പീരീഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പീരീഡ് 16th ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ. പിന്നെ റൈറ്റ് ദ വാല്യൂസ് ഓഫ് എൻ ആൻഡ് എൽ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഓഫ് എ. എയുടെ എന്നും എൽ വാല്യൂ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഓരോന്നായിട്ട് ചെയ്ത് വന്ന് നോക്കാം. അപ്പൊ ആദ്യമേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദിയുടെ നോക്കിയേ, 4ാം പീരീഡ് 2ാം ഗ്രൂപ്പ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ 4ാം പീരീഡ് 2ാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏത് ബ്ലോക്ക് ആണ് വരുന്നത്? എസ് ബ്ലോക്ക് ആണ് വരുന്നത് അല്ലെ. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് പീരീഡ് 16th ഗ്രൂപ്പ് ആണ് അല്ലെ. സെക്കൻഡ് പീരീഡ് 16th ഗ്രൂപ്പ് വരുമ്പം ഏത് ബ്ലോക്കിലാണ് വരുന്നത്? ഇത് എസ് ബ്ലോക്ക് വരും. ഇത് ഏതാണ്? പി ബ്ലോക്കും ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ ഫോർത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷെൽ നമ്പർ ഇല്ലേ. ഷെൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത്? ഇവിടെ 4 ഇല്ല. എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. ഇവിടെ സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താലോ? ഇവിടെ എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് പീരീഡ് അല്ലേ. അപ്പൊ 4 അല്ലേ. അപ്പൊ ലാസ്റ്റത്തെ നമുക്ക് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ലാസ്റ്റത്തെ, അതായത് 4 ഇല്ലേ. 4 ഏതാണ് വരുന്നത്? എസ് ബ്ലോക്ക് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4s. ക്ലിയർ ആയല്ലോ? 4s നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. അത്ര ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ബാക്കി എഴുതാമല്ലോ. 4s2 വരെ വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ഉള്ള ബാക്കി വരുന്നതൊക്കെ നമുക്ക് എഴുതാം. അതായത് 1s2 അല്ലേ, ദെൻ 2s2. 1s കഴിഞ്ഞു, 2s കഴിഞ്ഞു. പിന്നെ ഏതാണ്? എസ്സിൽ ഒരെണ്ണങ്ങൾ വരുമല്ലോ. അപ്പൊ 2p6. ക്ലിയർ ആയല്ലോ? പിന്നെ മൂന്നാമത്തെ ഷെല്ല് 3s2 ഇല്ലേ. 3s2. പിന്നെ ഏതാണ്? 3p6 ഇല്ലേ. 3p6 വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത 4s കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. മനസ്സിലായി? അപ്പൊ 4sലും ഫില്ല് ചെയ്തു. അപ്പൊ ലാസ്റ്റത്തെ പറയുന്ന ഹിന്റ് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഇതാണ് വരുന്നത് കൊണ്ട് അപ്പൊ ബാക്കിയെല്ലാം എഴുതി. ഓക്കെ ആണല്ലോ? ഇനി ബിയുടെയും എഴുതണം. ബിയുടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പീരീഡ് ആണ്. അതായത് ഷെൽ നമ്പർ 2 ആണ് വരുന്നത്. ഷെൽ നമ്പർ 2 ആണ് വരുന്നത്. 16th ഗ്രൂപ്പ് ആണ് ഇല്ലേ. 16th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പി ബ്ലോക്ക് ആണ്. അപ്പൊ 2p. മനസ്സിലായല്ലോ? 2p ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണ്ടേ? അപ്പൊ പി ബ്ലോക്ക് ആണ്, 16ാമത്തെ ഗ്രൂപ്പ് ആണ് ഇല്ലേ. അപ്പം 16th ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി ബ്ലോക്കിന്റെ കേസിൽ ഗ്രൂപ്പ് നമ്പർ 16th ആണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം 12ന്റെ കൂട്ടത്തിൽ എത്രയോ കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 16 വരണം. 12 എത്ര കൂടണം? 4 കൂട്ടണം ഇല്ല. അപ്പൊ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിൽ എത്രയാണ്? 4 വരും. 2p4. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഇപ്പോഴോട്ടുള്ള ഏതാലോ? 1s2 ഉണ്ട്. പിന്നെ ഏതാണ്? 2s2 അല്ലേ. 1s2, 2s2, 2p4. അപ്പൊ രണ്ടിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് എഴുതി. റൈറ്റ് ദ വാല്യൂസ് ഓഫ് എൻ ആൻഡ് എൽ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഓഫ് എ. അതായത് എയുടെ ബാഹ്യതമ ഷെല്ലിലെ സൂചിപ്പിക്കുന്ന എൻ എൽ വിലകൾ എഴുതാനാണ് മതി. എന്നുണ്ടല്ലോ. എയുടെ ബാഹ്യതമ ഷെല്ല് ഏതാണ് പറഞ്ഞത്? ഇതല്ലേ 4s ഇല്ലേ. 4s2 ആണ് ബാഹ്യതമ ഷെല്ലിൽ വരുന്നത് ഇല്ലേ. ഇതാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ എന്നിന്റെയും എല്ലിന്റെയും വാല്യൂസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാലോ? 4s2 ആണ് വരുന്നത്. നമ്മൾ കൃത്യം തന്നെ എഴുതാലോ. 4s2 ആണ് വരുന്നത്. 4s2 എന്നിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ് വരുന്നത് ഇല്ലേ. എല്ലിന്റെ വാല്യൂവോ? എസ് ആവുമ്പം എന്നിന്റെ വാല്യൂ എങ്ങനെയാണ് നമുക്കറിയാലോ. ഏത് രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? SPDF ഇല്ലേ. SPDF നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ എസിന് 0, പിക്ക് 1 വരും അല്ലെ. എൽ വാല്യൂസ് അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ നോക്കിയേ, എല്ലിന്റെ വാല്യൂ എസ്സിൽ വരുമ്പം എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? ആ രീതിയിൽ നമ്മൾ അത് എഴുതി. ഇനി അടുത്ത എന്താണ്? ഹൗ മെനി ഓർബിറ്റൽസ് ആർ ദർ ഇൻ ദ സബ്ഷെൽ ഓഫ് ബി ഹാവിംഗ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. ഇതാണ് ബിയുടെ ബാഹ്യതമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും? ബിയുടെ ബാഹ്യതമ ഇലക്ട്രോൺ, ബിയിലെ ബാഹ്യതമ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഏതാണ്? 2p ഇല്ലേ. 2p4 ആണ് വരുന്നത് ഇല്ലേ. അപ്പൊ ആ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. എത്ര ഓർബിറ്റുകൾ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സി പാർട്ട് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പൊ നോക്കിയേ, ബിയുടെ ബാഹ്യമ സെല്ല് എന്ന് പറയുമ്പോൾ ഏതാണ്? 2p4 അല്ലേ വരുന്നത്
അല്ലെ 2p4 ആണ് വരുന്നത്. അപ്പൊ എന്താണ് എന്നിന്റെ വാല്യൂ നമ്മൾ എത്രയാണ് വരുന്നത്? എന്നിന്റെ വാല്യൂ 2 ആണ്. എല്ലിന്റെ വാല്യൂ എത്ര വരും? എല്ലിന്റെ വാല്യൂ p ആണ് വരുന്നത്. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 ആണ് വരുന്നത്. അപ്പം ദാ എമ്മിന്റെ അടിസ്ഥാനത്തിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എമ്മിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? m ഈസ് ഈക്വൽ ടു 2l പ്ലസ് 1. ഓർമ്മയുണ്ടോ? അങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു l 1 ആണ് പ്ലസ് 1 അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 3. അപ്പൊ എത്രയാണ് വരുന്നത്? എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 3 ഓർബിറ്റൽ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ബിയുടെ ബാഹ്യമേ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലാണ്? 3 ഓർബിറ്റലുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ മോളിക്കുലർ ഫോമിൽ ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. നമ്മൾ മുമ്പേ കണ്ടോണം, എയും ബിയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? രാസസൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോം എഴുതണമെങ്കിൽ നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണ്ടേ? എയുടെയും ബിയുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? എയുടെ ഓക്സിഡേഷൻ എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതാ നോക്കുക, ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ആണ് വരുന്നത്, എസ് ബ്ലോക്കും ആണ്. അപ്പൊ ഏതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്? +2 നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതുപോലെ തന്നെ ബിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലേ? ബിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഗ്രൂപ്പ് 16 ആണ് വരുന്നത് അല്ലേ? ഗ്രൂപ്പ് 16 ആണ്. അതാ പി ബ്ലോക്ക് ആണ് വരുന്നത് ഇല്ലേ? അപ്പൊ പി ബ്ലോക്കിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നോ ആ ഒരു ടേബിൾ ഇല്ല? അതാ നോക്കുക, 16 വരുമ്പോ അതാ നോക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ -2 കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് അത് എടുത്ത് വെച്ചാൽ മതി. -2 ആണ്. അപ്പൊ ബിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എന്ത് കിട്ടി? -2 എന്നും കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അതിന്റെ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിന്റെ എഴുതാമല്ലോ. അപ്പം എയുടെ നമുക്ക് അയൺ +2 ആണ്. ബിയുടെ എങ്ങനെയാണ് വരുന്നത്? -2 ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രിസ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കുക, എയുടെ നമ്മള് ഇവിടെ ബിയുടെ 2 അല്ലേ കിടക്കുന്നത്? ചാർജ് 2 ആണ്. അപ്പൊ ഇവിടെ കൊടുത്തു, സൈൻ ഒന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ കൊടുക്കുക. ബിയുടെ നോക്കുക, എയുടെ ഇവിടുത്തെ എഴുത്തിനാണ് 2 തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വന്നു. ഇനി രണ്ടും സെയിം ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. രണ്ട് വാല്യൂം സെയിം ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ണ്ടല്ലോ, സബ്സ്ക്രിപ്റ്റ് 2 സെയിം ആയിട്ട് വരും. അതായത് കോമൺ ഫാക്ടർ ഇവിടെ ആയിട്ട് വരുക. അപ്പൊ 2ഉം 2ഉം വന്നില്ല. അപ്പൊ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 തന്നെയാണ് അല്ലേ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ആക്കി മാറ്റുവാണെങ്കിൽ ഇപ്പൊ 2ഉം 2ഉം വന്നപ്പോ സെയിം ഒരുപോലെ ആയിട്ട് വന്നല്ലോ. അതായത് കോമൺ ഫാക്ടർ, സബ്സ്ക്രിപ്റ്റിന് കോമൺ ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, ശരിയല്ലേ? അപ്പൊ 2 എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഹോൾ നമ്പർ വരത്തക്ക രീതിയിൽ ഡിവൈഡ് ചെയ്യും. അപ്പം ഏറ്റവും സ്മോളസ്റ്റ് ഹോൾ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ഇതിനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, എ 1 എന്ന് വരും, ബി 1 എന്ന് വരും. അതായത് അതിന്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ എഴുതാം? AB എന്നാണ് വരുന്നത്. AB ഈസ് എ മോളിക്കുലർ ഫോർമുല കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇച്ചിരി സമയം എടുത്താണെങ്കിലും പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ ഏത് തരത്തിലുള്ള കെമിക്കൽ ബോണ്ടിങ് ആണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും ആണല്ലോ ഉള്ളത്. അയോണിക് ബോണ്ടാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന കാൽസ്യം, നമ്മൾ എക്സാമ്പിൾ കണ്ടില്ലായിരുന്നു. കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന കാൽസ്യം ആണ്. 16th ഗ്രൂപ്പിൽ വരുന്ന ഓക്സിജൻ കേട്ടോ, ഓക്സിജനുമാണ്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ കാൽസ്യം ഓക്സിജൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. കാൽസ്യം എന്ന് വെച്ചാൽ മെറ്റലാണ്. ഇതൊന്നും കാൽസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മെറ്റലാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ മെറ്റലും ആണല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മെറ്റലും നോൺ മെറ്റലും എന്താണ് ഫോം എങ്ങനെയാണ്? അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. മെറ്റൽസും നോൺ മെറ്റൽസും ആവുകയാണെങ്കിൽ അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പറയാനാണ്. ഇപ്പം ഇത്ര ഡിസ്റ്റൻസിന്റെ ബേസിൽ നമ്മൾ ഇതും സെക്കൻഡ് ഗ്രൂപ്പും 16th ഗ്രൂപ്പുമാണ്. അപ്പൊ ഒരുപാട് ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഡിസ്റ്റൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ അയോണിക് ബോണ്ട് ആയിരിക്കും. അടുത്തിരിക്കുവാണെങ്കിൽ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതായത് ഗ്രൂപ്പുകൾ തമ്മിൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണ്, ഒരു ഇപ്പുറത്തെ സൈഡിൽ കിടക്കുകയാണ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ 16th ഗ്രൂപ്പാണ്, അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്. മനസ്സിലാവും? അപ്പൊ ഒരുപാട് അകലം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയോണിക് ബോണ്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസിന്റെ കേസിൽ പറഞ്ഞ് ഞാനൊരു ഈസി മെത്തേഡിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം അല്ലാത്ത രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരെണ്ണം എടുക്കുക. സെക്കൻഡ് ഗ്രൂപ്പിൽ മെറ്റൽസ് ആണ് വരുന്നത്. 16th ഗ്രൂപ്പിൽ നോൺ മെറ്റൽസ് ആണ് വരുന്നത്. അപ്പൊ മെറ്റൽസും നോൺ മെറ്റൽസും ടിപ്പിക്കലി എങ്ങനെയാണ്? അയോണിക് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്
കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ ഏത് രാസബന്ധനമാണ്? അയോണിക ബന്ധനമാണ് അവിടെ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ ഫ്യൂ എലമെന്റ്സ് ആർ റിട്ടൺ ഓൺ ദ ബേസിസ് ഓഫ് നോബിൾ ഗ്യാസ്. ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഉത്കർഷവാതകത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്? റൈറ്റ് ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാ നോക്കിയേ, നിയോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ് നിയോണിന്റെ കേസിൽ വരുന്നത്? 10 ആണ് വരുന്നത് അല്ലെ. നിയോൺ എന്ന് പറയുമ്പോൾ 10 ആണ്, ആറ്റോമിക് നമ്പർ 10 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാമല്ലോ. നിയോണിന്റെ അപ്പൊ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? നിയോൺ അല്ലെ, നിയോണും പിന്നെ ഏതാണ് തന്നിരിക്കുന്നത്? 3s2 അല്ലെ. 3s2 ഇതാ നോക്കുക, 3p6 എന്നാണ് പറഞ്ഞത്. അപ്പൊ നിയോണിന്റെ കേസിൽ വരുമ്പോൾ 10 ആണെന്ന് പറഞ്ഞു അല്ലെ. 10 പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഏതൊക്കെ എങ്ങനെ എഴുതാം? 1s2, 2s2 പിന്നെ ഏതാണ്? 2p6 അല്ലേ. 2p6 ഇപ്പൊ 10 ആയല്ലോ. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ ഇവിടെ കിടക്കുന്നത് 3s2 then 3p6. ക്ലിയർ ആയല്ലോ? അടുത്ത ഏതാണ്? ഹീലിയം ഇല്ലേ. ഹീലിയം ആണ് തന്നിരിക്കുന്നത്. ഹീലിയം നോബിൾ ഗ്യാസിന്റെ കേസിൽ തന്നിരിക്കുന്നതാണ്. 2s1 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹീലിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ആണ് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും? 1s2 പിന്നെ ഏതാണ് വരുന്നത്? 2s അല്ലേ. 2s1 ഇല്ലേ. 1s2 ഇവിടെ ഓൾറെഡി ഫില്ലായി. പിന്നെ 2s1 അല്ലെ, ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. 2s1 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഏതാണ്? ആർഗണിന്റെ ബേസിലാണ് തന്നിരിക്കുന്നത് അല്ലെ. ആർഗണും പിന്നെ ഏതാണ്? 3d2 4s2 ഇല്ല. 3d2 4s2 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ആർഗൺ എന്ന് പറയുമ്പോൾ 18 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6 ആയില്ലേ. 18 ആയില്ലേ. 4, 10, 16, 18 പിന്നെ മിച്ചം ഇവിടെ ഉള്ളത് 3d2 4s2. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്തത് ക്രിപ്റ്റോണിന്റെ ബേസിലാണ് തന്നിരിക്കുന്നത്. ക്രിപ്റ്റോൺ പിന്നെ 5s2. ക്രിപ്റ്റോണിന്റെ കേസിൽ വരുമ്പോൾ 36 ആണ് കേട്ടോ. ക്രിപ്റ്റോണിന്റെ ഒക്കെ 36 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പം അതിന്റെ ഇതിൽ എഴുതുക 36 വരെ വരണം അല്ല. അപ്പൊ എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6 പിന്നെ ഏതാണ് വരുന്നത്? 3d ഇല്ലേ. ഫോറസ്റ്റിൽ ഫില്ല് ചെയ്തിട്ട് 3d-ലേക്കാണ്. ഫോറസ്റ്റിൽ ഫില്ല് ചെയ്തിട്ട് 3d-ലേക്ക് വരണം. അപ്പം 3d10 കേട്ടോ. 3d10 വരും. then അടുത്ത് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് 4p-യിൽ 6 വരും. എത്ര ആയെന്ന് നോക്കിയേ. ഇപ്പൊ എത്രയാണ്? 34 വന്നിട്ടുണ്ടല്ലേ. അതാ പിന്നെ ഇവിടെ അടുത്ത് ഇവിടെ 5s2 കിടപ്പുണ്ട്. അപ്പം 34ഉം 36 കേട്ടോ. 5s2. ക്രിപ്റ്റോണിന്റെ 36 ആണ് വരുന്നത് കേട്ടോ. ആറ്റോമിക് നമ്പർ 36 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? പീരിയോഡിക് ടേബിളിന്റെ സഹായത്താൽ അവയുടെ പ്രതീകങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിന്റെ സഹായത്താൽ ഇതിന്റെ പ്രതീകങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയായിട്ട് വരും? ഓരോന്നിന്റെ പ്രതീകം ഇതേതായിട്ട് വരും? അതായത് എങ്ങനെയാണ് പ്രതീകം നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആറ്റോമിക് നമ്പർ നോക്കുക. എത്ര? 6, 2, 8. 8ഉം 6ഉം 14, 14, 4, 18 വരും. 18 വരുമ്പോ ഏതാണ് വരുന്നത്? ആർഗൺ അല്ലേ. ആർഗൺ ആണ് വരുന്നത്. ഇത് ആർഗൺ ആണ് വരുന്നത് അതിന്റെ പ്രതീകം. പിന്നെ ഇനി അടുത്ത് നോക്കിയാൽ 1s2, 2s2 3 വരും ഇല്ലേ. 3 വരുന്നത് ഏതാണ്? ലിഥിയം ആണ് വരുന്നത്. ഇവിടെ എത്രയാണ് വരുന്നത്? 18, 4, 22 വരും ഇല്ലേ. 22 വരുന്നത് ഏതാണ്? ടൈറ്റാനിയം ആണ് കേട്ടോ. ഇവിടെ ടൈറ്റാനിയം ആണ്. 22 ആറ്റോമിക് നമ്പർ വരുന്ന ടൈറ്റാനിയം ആണ്. ഇത് ലിഥിയം 3 ആണ്. ആർഗൺ 18 കേട്ടോ. പിന്നെ ഈ ഒരു കേസിൽ വരുമ്പം ഇവിടെ എത്രയാണ് വരുന്നത്? 36ഉം 2, 38 വരും കേട്ടോ. 38 എന്ന് വരുന്നത് സ്ട്രോൺഷ്യം ആണ് കേട്ടോ. സ്ട്രോൺഷ്യം SR 38 വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ അത്യാവശ്യം ഇത് 3 ഹീലിയത്തിന്റെയും നിയോണിന്റെയും ആർഗണിന്റെയും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. സ്ട്രോൺഷ്യം ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഈ 3 കൃത്യമായിട്ട് എഴുതാൻ പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The last electron of an atom is added to the 3d subshell. There are 7 electrons in this subshell. Answer the following questions regarding this atom. The last electron of an atom is added to the 3d subshell എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആറ്റത്തിൽ അവസാന ഇലക്ട്രോൺ എന്ന് പറയുന്നത് എവിടെയാണ്? 3d സബ്ഷെല്ലിലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? 7 electrons in this subshell. ആ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, ഇലക്ട്രോൺ വിന്യാസം എഴുതണം, ഏത് ബ്ലോക്ക് വേണം, ഏത് പീരീഡ്, ഗ്രൂപ്പ് നമ്പർ. തന്നിരിക്കുന്ന ഹിന്റ് ഒക്കെ ഉണ്ടല്ലോ. 3d സബ്ഷെല്ലിൽ നിന്ന്. അപ്പൊ നമുക്ക് ബ്ലോക്ക് ചെയ്താലോ? ഏത് ബ്ലോക്കിലാണ് വരുന്നത്? D ബ്ലോക്കിലാണ് വരുന്നത് അല്ലെ. 3d സബ്ഷെല്ലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ D ബ്ലോക്കിലാണ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയേ, ഇനി അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാലോ. അവിടെ പറഞ്ഞിട്ടുണ്ട് 3d സബ്ഷെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. 3d സബ്ഷെല്ലാണ് ലാസ്റ്റിൽ അവിടെ എത്രയാണ്? 7 ഇലക്ട്രോൺ എന്നും പറഞ്ഞിട്ടുണ്ട്.
മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം 3D സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, 3Dയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 4s ഫില്ല് ചെയ്തിട്ടല്ലേ 3Dയിലേക്ക് വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ലാസ്റ്റ് വരുന്ന ഏതായിരിക്കും? 4s2 ആയിരിക്കും വരുന്നത്. 3D സബ്ഷെല്ലാണ്. 3D സബ്ഷെല്ലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 4s ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ 4s കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ഏതായിരിക്കും വരുന്നത്? 4s2 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ബാക്കി എഴുതാം. നോക്കിയേ, 1s2 അല്ലെ, 2s2, 2p6, പിന്നെ ഏത് വരും? 3s2, then 3p6, പിന്നെ 4s ഫില്ല് ചെയ്തിട്ടാണ് 3Dയിലേക്ക് വരുന്നത്. ഇനി ആറ്റോമിക് നമ്പർ എഴുതാലോ. എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ? 4, 10, 12, 12 6 18, 12 20, 27, 27. ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 27 വന്നു. ക്ലിയർ ആയല്ലോ. ഫൈൻഡ് ഇറ്റ്സ് പീരിയഡ് നമ്പർ. ഷെല്ല് നോക്കിച്ചാ പോരെ? ലാസ്റ്റ് ഏതാണ്? 4sലല്ലേ, അപ്പോഴാണ് പീരിയഡ് നമ്പർ 4 ആണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് നമ്പർ അല്ലെ, ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് ഏത് ഇതിൽ വരുന്നതാണ്? ഡി ബ്ലോക്കിലല്ലേ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡി ബ്ലോക്കിലാണ് വരുന്നത്. അപ്പം ഡി ബ്ലോക്കിലാകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് വരുന്നത്? ലാസ്റ്റത്തെ 2 എണ്ണത്തിന്റെ ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ പോരെ? 7, 7 2 9. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 9 വന്നു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇൻ ദ ഫോളോവിംഗ് കോമ്പൗണ്ട്. തന്നിരിക്കുന്ന കോമ്പൗണ്ട് അല്ല, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. Na2O ഇല്ല, സോഡിയം എസ് ബ്ലോക്കിൽ പെടുന്നതാണോ? അപ്പൊ സോഡിയത്തിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്സിജന്റെ നമുക്കറിയാം ഇല്ല, ഓക്സിജൻ നമുക്ക് എത്രയാണ്? -2 ആണെന്നറിയാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഇത് എക്സ് എന്ന് കൊടുക്കുക, ഇത് എത്രയാണ്? -2 എന്ന് എഴുതുക. നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സോട് തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2x വരും. 2x -2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. x ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? +1 എന്ന് വരും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? +1 കേട്ടോ. ഇതിന്റെ +1 ആണ്. ഇനി അടുത്ത് KBr ആണ് അല്ലേ. അപ്പൊ അതാ നോക്കുക, കെ പൊട്ടാസ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതിലാണ്? എസ് ബ്ലോക്കിലാണ് വരുന്നത്. ബ്രോമിൻ നമ്മൾ നോക്കണ്ട, എസ് ബ്ലോക്കിലെ മാത്രം നോക്കിച്ചാൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ എക്സ് ബ്രോമിന്റെ കേസിൽ വരുമ്പോ ബ്രോമിൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ബ്രോമിൻ എന്ന് പറയുന്നത് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ -1 ആണ് വരുന്നത് കേട്ടോ. ക്ലോറിൻ ബ്രോമിൻ ഇതിൽ വരുന്നതാണ്. അപ്പൊ ബ്രോമിന്റെ -1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് -1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓർ എക്സ് ഈസ് ഈക്വൽ ടു +1 അല്ലേ. അപ്പൊ എത്രയാണ്? പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. എസ് ബ്ലോക്ക് ആണ്, ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി CO കാൽസ്യത്തിന് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ കാൽസ്യത്തിന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് നമ്മൾ എക്സ് കൊടുക്കുക. ഓക്സിജൻ ആണെങ്കിൽ -2 ആണ്. അപ്പം x -2 ഈക്വൽ ടു 0 എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു +2 എന്ന് വരും അല്ലേ. അപ്പൊ കാൽസ്യത്തിന്റെ +2 ആണ്. എസ് ബ്ലോക്കിലെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി MgCl2 അത് ഇതുപോലെ തന്നെ നമ്മളിവിടെ എക്സ് കൊടുക്കുക. ക്ലോറിൻ ആണ്, ക്ലോറിൻ -1 ആണ്. അപ്പം എക്സ് -2 അല്ലേ. അപ്പം 2 അല്ലേ, 2 എന്ന് വരും. -2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു +2 എന്നും വരും. അപ്പം ഏതാണ്? +2 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മഗ്നീഷ്യത്തിന്റെ. ക്ലിയർ ആയാലോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 എസ് ബ്ലോക്കിലെ കേട്ടോ. +1 ഇത് നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ്. ഇവിടെ വരും +2 ആണ്, സെക്കൻഡ് ഗ്രൂപ്പിലെ വരും. ക്ലിയർ ആയല്ലോ. അപ്പം എസ് ബ്ലോക്കിലെ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Which subshell is represented by each pair of the quantum number values given below? ചുവടെ നൽകിയിരിക്കുന്ന ഓരോ ജോഡി ക്വാണ്ടം നമ്പർ വിലകളും ഏത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ ജോഡി ക്വാണ്ടം നമ്പർ വിലകൾ തന്നിട്ടുണ്ട്. അത് ഏത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആദ്യമേ നമുക്കറിയാം എല്ലിന്റെ വാല്യൂ ഓരോ സബ്ഷെല്ലിൽ വരുമ്പോൾ നമുക്കറിയാം SPDF ഇതാണ് സബ്ഷെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എസ്സിൽ വരുമ്പോൾ എല്ലിന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. ഇവിടെ പിയിൽ വരുമ്പോൾ 1 ആണ്, ഡിയിൽ വരുമ്പോൾ 2 ആണ്, എഫിൽ വരുമ്പോൾ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അത് നോക്കിയാൽ ആദ്യത്തെ നോക്കിയാൽ ഇത് ഏത് സബ്ഷെല്ലിലാണ് വരുന്നത്? N എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം 1 ആണ്. എല്ലിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഏതാണ്? എസ്സിലാണ്. അതായത് 1s അല്ലെ. 1s ആണ് ഇവിടുത്തെ സബ്ഷെല്ല്. ഇവിടെ നോക്കിയേ എന്നിന്റെ വാല്യൂ 2. അപ്പൊ നമുക്ക് കണ്ണു അടച്ച് എഴുതാം, 2 എന്ന് എഴുതാം. എല്ലിന്റെ വാല്യൂ 1 വരുമ്പോ ഏതാണ്? പിയിലാണ് വരുന്നത്. അപ്പം 2p. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് A few subshells are given. Find the values of N and L. തിരിച്ചു വന്നു. നമ്മൾ മുമ്പേ കണ്ടതിന് നേരെ തിരിച്ചു വന്നു. സബ്ഷെല്ല് തന്നിട്ടുണ്ട്, എന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം അത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് 2s ആണ്. 2s എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്നിന്റെ വാല്യൂ, ഈ കേസിൽ എന്നിന്റെ വാല്യൂ 2 ആണ് വരുന്നത് അല്ലേ.
ടു. എല്ലിന്റെ വാല്യൂ എത്ര വരും? നമ്മൾ മുമ്പ് എഴുതിയില്ലായിരുന്നോ? SPDF ഇല്ലേ? എല്ലിന്റെ വാല്യൂ 0, 1, 2, 3 നമ്മൾ എഴുതിയായിരുന്നു ഇല്ലേ? അതേ രീതിയിൽ തന്നെ എസ് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. അപ്പം L is equal to 0. ഇവിടെയോ 4P ആണ്. എന്നിന്റെ വാല്യൂ 4 ആണ് വരുന്നത്. എല്ലിന്റെ വാല്യൂ എത്ര വരും? പിയിൽ വരുമ്പോ എല്ലിന്റെ വാല്യൂ 2 ആണ് വരുന്നത്. അടുത്ത നോക്കി 4P ആണ്. അപ്പം എന്നിന്റെ വാല്യൂ 4 ആണ് അല്ലേ? എല്ലിന്റെ വാല്യൂ P അല്ലേ? പിയിൽ വരുമ്പോ എല്ലിന്റെ വാല്യൂ 1 ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ 3D. എന്നിന്റെ വാല്യൂ 3 ആണ് വരുന്നത്. എല്ലിന്റെ വാല്യൂ D ഏതിലാണ്? 2 ആണ് അല്ലേ? മനസ്സിലായല്ലോ? ഇവിടെ എന്നിന്റെ വാല്യൂ 5 ആണ്. ദെൻ എല്ലിന്റെ വാല്യൂ എഫിൽ വരുമ്പോൾ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. Next one, the subshell electron configuration of certain elements are given. Write the short form of each using the symbol of corresponding inert gas. ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. ഇവ ഉത്കൃഷ്ടവാതകത്തിന്റെ പ്രതീകം ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്കൃഷ്ടവാതകം എന്താന്ന് നോക്കിയേ, 1s2 2s2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് ഉത്കൃഷ്ടവാതം ഉണ്ടല്ലോ, അതിന്റെ നിങ്ങൾ അതിന്റെ ഫോം എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് ഹീലിയത്തിന്റെ ആണെങ്കിൽ എത്രയാണ്? ഹീലിയം ഇല്ലേ? ഹീലിയം നമ്മളിങ്ങനെയാണ് വരുന്നത്. അപ്പം അതിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ് വരുന്നത്. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കുക. നിയോണിന്റെ ഇല്ലേ? നിയോണിന്റെ വരുവാണെങ്കിൽ ആറ്റോമിക് നമ്പർ 10 ആണ് വരുന്നത്. അതുപോലെ തന്നെ ആർഗൺ. ഈ 3 എണ്ണത്തിന്റെ എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. 18 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞ്. അപ്പൊ ആ രീതിയിൽ ഇവിടെ നോക്കിയേ, ഇതിനെ നമ്മൾ നോബൽ ഗ്യാസിന്റെ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയേ, 1s2 2s2 2p4 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഹീലിയത്തിന്റെ കേസിൽ എഴുതുവാണെങ്കിൽ ഹീലിയത്തിന് ഇങ്ങനെ 2 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യമേ നമുക്ക് ഹീലിയം കൊടുക്കാം. പിന്നെ 2s2 2p4. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ഇതിൽ നോക്കിയേ, അതാ നോക്കിയേ, ഹീലിയം പറ്റൂല. അടുത്തത് നോക്കിയേ, അടുത്ത 10 എണ്ണം വരുന്നുണ്ടോ നോക്കുക. അതായത് 2 4 ഇവിടെ 2 4 6 4 10 ഇവിടം വരെ എടുക്കാമല്ലോ അല്ലേ? അപ്പൊ അതാണ് നിയോണിന്റെ ഇല്ലേ? നിയോണിന്റെ നിയോൺ. മനസ്സിലായല്ലോ? നിയോണിന്റെ നമ്മൾ എഴുതി. പിന്നെ ബാക്കി 3s2 3p5. ക്ലിയർ ആയല്ലോ? ഇനി അവിടെ നോക്കിയേ, ഇവിടം വരെ നമുക്ക് നിയോണിന്റെ എഴുതാം ഇല്ലേ? നിയോണിന്റെ എഴുതാം. തന്നെ അടുത്ത 18, അടുത്ത് 18 പറഞ്ഞു അല്ലേ? ഇപ്പൊ 10 12 12 6 18. ഇവിടം വരെ നമുക്ക് എഴുതാം. ആർഗണിന്റെ ബേസിൽ എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് ആർഗൺ പിന്നെ 4s1. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിയേ, ഇനി 18 വരെ നമ്മൾ വന്നു. 18 വരെ നോക്കിയാൽ 3p6 വരെ വരുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടുത്തെ ആർഗണ്ട് നമുക്ക് ഇവിടം വരെ എഴുതാമല്ലോ. 3p6 വരെ ആർഗണ്ട് എഴുതാം. അപ്പം ആർഗൺ അല്ലെ? ആർഗൺ പിന്നെ ഏതാണ്? 3d5 4s2. ഇത് 3 എണ്ണം കേട്ടോ. ഹീലിയത്തിന്റെ, നിയോണിന്റെ, ആർഗണിന്റെ ആറ്റോമിക് നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക. അത് വെച്ചിട്ട് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയൺ ടേക്സ് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ബിക്കംസ് Fe3+ അയൺ. ആറ്റോമിക് നമ്പർ ഓഫ് അയൺ ഈസ് 26 ആണ്. റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് അയൺ. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? അയൺ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം Fe3 അയൺ ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ? ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അയണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് അയൺ, അതായത് Fe3 അയൺ ഉണ്ടല്ലോ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. നമ്മൾ ആദ്യമേ അയണിന്റെ 26 ആണ്. അതൊന്ന് എഴുതി നോക്കുക കേട്ടോ. എഴുതി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി എഴുതുക കേട്ടോ. 1s2 2s2 പിന്നെ ഇത് വരും 2p6 വരും. ദെൻ 3s2 വരും. ദെൻ 3p6 വരും. പിന്നെ ഏതാണ് വരുന്നത്? 26 വരണത്. ഇപ്പൊ എത്രയാണ്? 10 10 16 18 ആയതുള്ളൂ ഇല്ലേ? ഇനി 26 ആണ് വരേണ്ടത്. അടുത്ത ഏതാണ് വേണ്ടത്? ഡിയിലേക്ക് ഫില്ല് ചെയ്യുന്ന 4s ഇല്ലേ? 4sൽ 2 വരണം. പിന്നെ ഏതാണ് ബാക്കി 3d ഇല്ലേ? നോക്കുക. അപ്പൊ എത്ര വന്നു? ഇവിടെ 18 വന്നു. 12 20. ഇവിടെ വരുമ്പോ 26. അതാണ് അയണിന്റെ കേസിൽ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? Fe3+ അയണിന്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? 3 അയൺ. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ വിട്ടു കൊടുക്കണം. എസ്സിൽ നിന്ന് നമുക്ക് 2 എണ്ണം കൊടുക്കാം. പിന്നെ ബാക്കി ഡിയിൽ നിന്നും കൊടുക്കാം. അപ്പൊ ബാക്കി വരുന്നത് എങ്ങനെയാണ്? അതവിടെ എഴുതാം. 1s2 2s2 2p6 3s2 പിന്നെ എന്ത് വരും? 3p6 ഇല്ല? 3p6 വരാം. പിന്നെ എസ്സിൽ നിന്ന് 2 എണ്ണം പോയി ഒരെണ്ണം കൂടെ വേണം. അപ്പൊ 3d നിന്ന് ഒരെണ്ണം കൂടെ പോയിട്ട് 3d5. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോർഷൻ പഠിപ്പിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ കാണുക കേട്ടോ. ഇനി എന്താണ്? റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് വെൻ ദിസ് അയൺ കമ്പൈൻസ് വിത്ത് സൾഫേറ്റ് അയൺ.
പി അയൺ Fe3+ ഉണ്ടല്ലോ, അത് സൾഫേറ്റ് അയണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് Fe കേട്ടോ, Fe3+, അത് SO4 അല്ലെ, SO4 2- ആയിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കെമിക്കൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കെമിക്കൽ ഫോമിൽ എഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് മാറ്റി എഴുതുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഇല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ Fe എങ്ങനെയാണ് 3 ആണ്, അത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും, SO4 കൊടുക്കും, മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ SO4 2 അത് നമ്മൾ ഇങ്ങോട്ടും കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് Fe2 SO4 ഇവിടെ Fe 3 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ എഴുതും കേട്ടോ, Fe2 SO4 3. ഇങ്ങനെയാണ് നമ്മളത് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല. ഇനി which is other oxidation state of this element, write the electron configuration of iron thus formed. അതായത് ഈ എലമെന്റിൽ അയൺ ആണല്ലോ, അതിന്റെ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? Fe2+ ആണ് അല്ലേ, അതിന്റെ എന്താണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 അയൺ ആണ് അവിടെ പോകേണ്ടത്. അപ്പൊ 1s2 2s2 2p6 3s2 പിന്നെ ഏത് വരും 3p6 വരും, 3d ഇല്ല 3d6 വരും, ലാസ്റ്റത്തെ 4s ഇന്ന് 2 എണ്ണം പോകും. ക്ലിയർ ആയല്ലോ. അയൺ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈ, അയൺസ് വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എനർജി ഡിയുടെ ഡി സബ്ഷെല്ലും അതുപോലെ എഫ് സബ്ഷെല്ലും ഇങ്ങനെയാണ് അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലെ, അതിന്റെ എനർജിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അനുയോജ്യമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എസ് രാസപ്രവർത്തനം ഏർപ്പെടുന്ന കൂട്ടത്തിൽ തന്നെ ഡിയും അവിടെ എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും കേട്ടോ. അതുകൊണ്ടത് ഡിയിൽ നിന്ന് എന്താണ് ഇലക്ട്രോൺസ് പോകും. അതുകൊണ്ട് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആൻസർ കേട്ടോ, അല്ലെങ്കിൽ ഇതാ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി എഴുതിക്കോളൂ കേട്ടോ. The next question, a portion of the periodic table is given, answer the following questions. Symbols are not real എന്ന് പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഒരു ഭാഗം നൽകിയിരിക്കുന്നു, ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയാലും കുറച്ച് സിമ്പിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം, വിച്ച് എലമെന്റ് ഹാസ് ദ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, ഏത് എലമെന്റിനാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ എസ് ബ്ലോക്കിലെ അല്ലെ, എസ് ബ്ലോക്കിലെ ഏറ്റവും താഴത്തെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏറ്റവും താഴത്തെ, അതായത് ഏതിനാണ് വരുന്നത്? സിക്ക് ഇല്ലേ, സിക്കാണ് ഏറ്റവും കുറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. ഐഡന്റിഫൈ ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതാണ് വരുന്നത്? നമുക്കറിയാം എസ് ബ്ലോക്കിലുള്ള അല്ലെ, എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളതിന് ആൽക്കലി മെറ്റൽസ് ആണ്, എസ് ബ്ലോക്കിലെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതാണ് ഇത് ഡി. അപ്പൊ ഏതാണ്? ഡി ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. വിച്ച് ആർ ദ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഡി ബ്ലോക്ക് എലമെന്റ് ഇത്രോ സെക്ഷനിൽ വരും, ഏതൊക്കെ വരും? ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി അല്ലെ, ഇത് 3 ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. വിച്ച് എലമെന്റ് ഹാസ് ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ഉള്ളത് ഏതിനാണ്? ഡി ബ്ലോക്കിലെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്യുന്ന ഏതിനായിരിക്കും? ജിക്ക് ആയിരിക്കും അല്ലെ, ജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ എലമെന്റ് ഹാവിംഗ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 3d3 4s2, 3d3 4s2 വരുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്ന എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ ഡി ബ്ലോക്കില് ഇല്ല, ഡി ബ്ലോക്കില് വരുവാണ്, ഡി ബ്ലോക്കില് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഡി ബ്ലോക്കില് ഇതില് ഇവിടെ വരുമ്പം 3d1 ആയിരിക്കും വരുന്നത് അല്ലേ, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് 3d2 ആണ്, ഇവിടെ വരുമ്പോൾ 3d3 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം 3d3 വരുന്ന ഏതാണ്? ഇയിലാണ് ഇല്ലേ, ഇയിലാണ്. അടുത്ത് ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ്, നോബിൾ ഗ്യാസ് ഏതാണ്? 18 ഗ്രൂപ്പിൽ വരുന്നതാണ് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഇവിടുത്തെ നോബിൾ ഗ്യാസ്? കെ ഇല്ലേ, കെ ആണ് നോബിൾ ഗ്യാസ്. ഇനി അടുത്ത എന്താണ്? വിച്ച് എലമെന്റ് ഹാസ് ഓൺലി 3 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ, ഔട്ടർ മോസ്റ്റ് ഇതാണല്ലോ പി സബ്ഷെൽ, പി ബ്ലോക്ക് ഇതാണ്. അപ്പം പി സബ്ഷെല്ലിലെ കേട്ടോ, അതായത് ബാഹ്യതമ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ മാത്രം കാണപ്പെടുന്നത്, 3 ഇലക്ട്രോണുകൾ മാത്രം കാണപ്പെടുന്ന ഏതായിരിക്കും? 1 2 ഇത് ഇല്ലേ, എച്ച് ആയിരിക്കും അല്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളുടെ ലേറ്റസ്റ്റ് അസസിലുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നതും ക്വസ്റ്റ്യൻസും വരുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ചാപ്റ്റർ നല്ലോണമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ അധികം അറിയാൻ മേലാത്ത ഒരു കാര്യം എനിക്ക് തോന്നണേ മോളിക്കുലർ ഫോമിൽ എഴുതാനുള്ളതായിരിക്കാം. അപ്പൊ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു എങ്ങനെയാന്നുള്ളത്. ക്രിസ്പ്രോസ് മെത്തേഡിൽ കണ്ടുപിടിച്ചിട്ട് എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യിച്ചാൽ മതി. ചാർജസ് ഇന്റർചേഞ്ച് ചെയ്യുക, സയൻസ് എല്ലാം മാറ്റി വെച്ച് ചാർജസ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക കേട്ടോ. ആദ്യത്തെ ഒന്നാമത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ഇച്ചിരി ഒരു എക്സ്പ്ലനേഷൻ വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ്
ഇത്ര നീണ്ടു പോയത് കേട്ടോ. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻസർ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. അപ്പം അതിന്റെ റീസണും കാര്യങ്ങളും അറിയാൻ മേലാത്തവരാണ്, മനസ്സിലാക്കി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ആഗ്രഹമുള്ളതെന്നല്ല, മനസ്സിലാക്കി തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലായല്ലോ ഏത് രീതിയിലൊക്കെയാന്നുള്ളത്. അപ്പം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറച്ച് എണ്ണത്തിന്റെ മാത്രം, അത്യാവശ്യ എണ്ണത്തിന്റെ മാത്രം പഠിച്ചു വെക്കും കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് മാത്രമൊക്കെ ഒന്ന് പഠിച്ചു വെക്കും കേട്ടോ. അപ്പം ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, കമന്റ് ബോക്സിൽ ചോദിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ടൈപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള ഇതുപോലെയൊക്കെ വീഡിയോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്